രാവിലെ തന്നെ ഒരു ചിക്കൻ കറി വെക്കാൻ പോവുകയാണേ. ചിക്കനെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിനെ അങ്ങ് കുക്കറിൽ വേവിക്കാനായിട്ട് മാറ്റാം. ചിക്കൻ വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടാണ് വേവിക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊരു വിസിലടുപ്പിച്ചെടുക്കാമേ. ചിക്കൻ വേകുമ്പോഴത്തേക്കും മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാം. നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് ചേർത്തും അല്ലാതെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉരുളക്കിഴങ്ങ് കൂടെ ഇടാമെന്ന് വിചാരിച്ചു. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണേ. ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. പാത്രം ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ച് സവാളയാണ് ആദ്യം ചേർത്തെടുക്കുന്നത്. ഞാൻ ഇവിടെ വയ്ക്കുന്ന രീതിയിൽ ചെയ്തതാണ്, ഇതാണ് കറക്റ്റെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സവാള ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ കൊച്ചുള്ളി ചേർത്തെടുക്കാം. സവാളയും കൊച്ചുള്ളിന് ശേഷം ഉരുളക്കിഴങ്ങും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോഴത്തേക്ക് ഇരിപ്പുണ്ട്, അതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് ഞാൻ കുരുമുളക് പൊടി ചേർത്തായിരുന്നു, അത് ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ. നമ്മളിലിരിക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിയുണ്ട്, കളർ കുറവായിരുന്നു. കാശ്മീരി മുളക് പൊടി തീർന്നു പോയി. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇടുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം. അതൊന്ന് സെറ്റായതിനു ശേഷം വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും മസാലയും കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിൽ ചേർക്കുന്നത് ചിക്കൻ വേവിച്ച വെള്ളം, കുക്കറിലിരിക്കുന്ന ബാക്കി വെള്ളം തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും പിന്നെ മസാല നമ്മൾ അടിച്ചില്ലേ ചതച്ച, അതും ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളമാക്കി. വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഈ ചിക്കൻ്റെ കളർ കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. ഒന്നാമത് കുറച്ച് കളർ കുറവുണ്ടായിരുന്നു, അപ്പം വെട്ടം കൂടെ അടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കളർ വ്യത്യാസം തോന്നുന്നുണ്ട്. കളർ കുറച്ച് കുറഞ്ഞെങ്കിലും കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ, എരിവൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബീൻസ് തോരനും സലാഡും പപ്പടമൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.